ഇപ്പോൾ ഇത് പ്രതികരിക്കാനുള്ള കാരണം എന്താണ്? ഇത്രയും വർഷം കഴിഞ്ഞു, പലരും ചോദിക്കുന്നതാണ് എന്തുകൊണ്ട് നിങ്ങൾ അന്ന് പറഞ്ഞില്ല, ഇപ്പോൾ പിന്നെ എന്തിനു പറയുന്നു എന്നുള്ള ചോദ്യത്തിന് എന്താണ്? അതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ ഇത് കഴിഞ്ഞു പോയതിനു ശേഷം നമ്മൾ ഇതോടുകൂടി അവസാനിച്ചില്ല. ഇദ്ദേഹത്തിൽ നിന്ന് മോശം അനുഭവം വന്നിട്ടില്ലെങ്കിലും പലരും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് തന്നാൽ അത് തരാം, അത് തന്നാൽ ഇത് തരാം. ആ പരിപാടി നടക്കൂല എന്നുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് ഒരുപാട് അവസരങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ഞാൻ എല്ലാവരും അങ്ങനെയാണെന്നല്ലോ കേട്ടോ, നമ്മൾ ഏത് കാര്യം പറയുമ്പോഴും മൊത്തത്തിൽ എല്ലാവരും എവിടെ പോയാലും ഇതാണെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ മാധ്യമങ്ങൾ ഇത് പറയാനും പാടില്ല. കാരണം എല്ലാ മേഖലയിലും ഉള്ള പോലെ ചെറിയ പുഴുക്കുത്തുകളായിരിക്കും, പക്ഷേ നമ്മൾക്കത് ഭയങ്കരമായിട്ടൊരു മെൻ്റൽ അഗ്നിയാണ് നമുക്ക് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പുറത്തേക്ക് പോകും. പിന്നീട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, മീൻസ് എനിക്ക് പൈസ തരാതിരിക്കുക, അഭിനയിച്ചിട്ട് പൈസ തരാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ പിന്നീട് കുറേ പടങ്ങളിൽ ആർട്ട് പടങ്ങളിൽ ഹീറോയിനായിട്ട് ലീഡ് റോളിൽ കുറേ പടങ്ങൾ കിട്ടാനുള്ള അവസരങ്ങളുണ്ടായി. കാരണം എന്നെ വലിയ ആൾക്കാർക്ക് വേണ്ട, ഞാൻ വലിയ വലിയ പടങ്ങളിൽ മോഹൻലാലിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, അതേപോലെ പൃഥ്വിരാജ്, അവർ എന്ന് നിൻ്റെ മൊയ്തീൻ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സൂപ്പർ സ്റ്റാറിൻ്റെ പടത്തിൽ ചെറിയ ചെറിയ വേഷങ്ങൾ, അവരാരും ഇത് ഓർക്കുന്ന പോലുമില്ല. അതൊന്നും നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ളൊരു പേരിൽ പോകുന്നു, പക്ഷേ അവിടെയൊക്കെ നമുക്ക് റെസ്പെക്റ്റ് കിട്ടിയിട്ടുണ്ട്. അവരാരും വേറെ മോശമായിട്ട് ബിഹേവ് ചെയ്തെന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് അവിടെയൊന്നും, പക്ഷേ എനിക്കല്ലെങ്കിൽ ചില ലൊക്കേഷനിൽ നിന്നൊക്കെ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ആ ലൊക്കേഷനിൽ നിന്ന് തന്നെ എൻ്റെ ചെവിയിലെത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഉപദേശിക്കാൻ പോകുമ്പോൾ ഇപ്പോൾ കുട്ടികളായാലും എന്നോട് വന്ന് പറയുന്നു, ഡയറക്ടർ നമ്മളെ അബ്യൂസ് ചെയ്യുന്നു, ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ദിവസവും ഇതേപോലെ തുണി അഴിക്കേണ്ട ഒരവസ്ഥ വരും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് എന്ന് അനിയത്തി കുട്ടികളായ ഒരുപാട് ആളുകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും അത് സപ്പോർട്ട് ചെയ്യത്തില്ല. ഇതൊക്കെ പല സംവിധായകരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ കുട്ടികളോട് മോശമായിട്ട് ബിഹേവ് ചെയ്യരുത്, അത് വളരെ മോശമാണ്, അവർ ചെറിയ കുട്ടികളാണ്. നമുക്ക് ഈ ചർച്ചയിൽ LDF പ്രതിനിധി സലിം അടവൂരിൻ്റെ അടുത്തേക്കും കൂടി പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ പുതിയ അന്വേഷണ കമ്മീഷൻ നിയോഗിച്ചു, അതിൽ ആ വനിതാ ഓഫീസർ സോണിയ മൽഹാറുമായി പരാതിയുടെ കാര്യത്തിൽ സംസാരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. പക്ഷേ സോണിയ മൽഹാർ രേഖാമൂലം പരാതിപ്പെടാൻ തയ്യാറാകുന്നില്ല. എന്തെങ്കിലും ഭീഷണിയുണ്ടോ? എനിക്ക് യാതൊരു തരത്തിലുള്ള ഭീഷണിയില്ല. ഞാൻ വ്യക്തിപരമായി എടുത്തൊരു തീരുമാനം എൻ്റെ സഹോദരൻ ഉൾപ്പെടെ എൻ്റെ കുടുംബത്തിൽ കുട്ടികളും അച്ഛനമ്മമാരോട് പറഞ്ഞിട്ടാണ് ഈ ഒരു മീഡിയയെ ഞാൻ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്തുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമായിട്ട് തോന്നി. കാരണം ഇതിനകത്ത് പലരും വന്ന് പറയുന്നുണ്ട് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല, എല്ലാം സേഫാണെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് വന്ന്, അതുപോലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നു, കുറേ പേജുകൾ മാറുന്നു, 4 വർഷം എടുക്കുന്നു, 1.5 കോടി രൂപ ചിലവാകുന്നു, സർക്കാരിൻ്റെ പണം പോകുന്നു, നമ്മുടെ തന്നെ നികുതി പണമാണ്. ഇങ്ങനെ ഇത് ഒരു കാര്യത്തിന് 6 മാസം കൊണ്ട് തീർപ്പ് കൽപ്പിക്കേണ്ട സാധനത്തിന് 4 വർഷം പോകുമ്പോൾ ഇനി ഈ പരാതിയായിട്ട് വരുന്നവർക്ക് ഏത് തരത്തിലുള്ള ഒരു നീതി കിട്ടുമെന്നാണ്. അപ്പം ഞാൻ വിചാരിച്ചു, ഞാനിനി ഒരു സോഷ്യൽ വർക്കറായിട്ട് ഇരുന്നത് കൊണ്ട് ഇതിനകത്ത് ഭയങ്കര മോശമാണ്. എനിക്ക് തന്നെ ഒരു കുറ്റബോധം തോന്നി തുടങ്ങി, നമ്മൾ പ്രതികരിക്കണം. കാരണം ഇതിനകത്ത് ഒന്നുമില്ല എന്ന് വരുമ്പം ആ പ്യൂരിറ്റിക്കിടയിൽ നമ്മൾ തളച്ചിടപ്പെടുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. ഡിപ്രഷനിലേക്ക് പോയവരുണ്ടാവാം, ആത്മഹത്യ ചെയ്തവരുണ്ടാവാം, അച്ഛനില്ലാത്ത കൊച്ചിനെ കൊണ്ട് കിടക്കുന്നവർ വരെ ഉണ്ടാവാം. അതൊരു വലിയ ആക്ഷേപമാണെങ്കിൽ കൂടി അങ്ങനെയും നമ്മൾ, കാരണം ആ രീതിയിലുള്ള അബ്യൂസിങ് പല ഏരിയയിലും നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പല ആളുകളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇല്ല അങ്ങനെ ഒന്നും ഇല്ല എന്നുള്ളത് ഒരാൾക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. അപ്പം ഈ ഉള്ളവർക്ക് ഇതുവരെ ആരൊക്കെയാണോ അതിനുള്ളൊരു ഫ്രീഡം കൊടുത്തിരുന്നത് അത് നമ്മൾ തടയിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. അല്ലാതെ ഒരു കേസ് കൊടുത്ത് അതിൻ്റെ പേരിൽ ദിവസങ്ങളും മാസങ്ങളും ചെലവിടാൻ വ്യക്തിപരമായിട്ട് എനിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഞാനൊരു ട്രസ്റ്റിൻ്റെ ഒരു NGOയുടെ ഫൗണ്ടറാണ്, ഗ്ലോബൽ പീസ് അതോറിറ്റിയുടെ ഫൗണ്ടറാണ് ഡൽഹിയിൽ. എനിക്ക് സർക്കാരുമായിട്ട് NDA സർക്കാരുമായിട്ട് ചേർന്ന് എന്തെങ്കിലും പദ്ധതികളൊക്കെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് വലിയ സിനിമാക്കാർക്ക് ആർക്കും നമ്മളെ വേണമെന്നുള്ളവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം, ഒരു പാഠം പേടി, ഒരു പെണ്ണിന്റെ മടിക്കുത്ത് അഴിക്കാൻ സിനിമാ മേഖലയിലല്ല ഏത് മേഖലയിലും ഉണ്ട്. അത് അഴിക്കാൻ ഇനി വിത്തൗട്ട് കൺസെന്റ് ഒരാളും മുതിരരുത്. എല്ലാവർക്കും அந்த ഭയം ഇരിക്കണം, അത് വേണം, അത് തോന്നണം. കാരണം ഇത് കേസ് കൊടുക്കുകയോ കുറേ നാൾ എല്ലാവരും മീഡിയ ചർച്ച ചെയ്യുകയോ കുറേ പേര് അങ്ങോട്ട് പോവുകയോ കുറേ ഫേമസ് ആവുകയോ ചെയ്യുന്നതല്ല അർത്ഥം. ഈ വൃത്തികേടുകൾ അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ എന്നെ പോലെയുള്ളവർ. ഞാനൊക്കെ ഇപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് അവർ ഇത് വേണ്ട അത് വേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിൽ നിന്നും പറയുന്നുണ്ട്. നമുക്ക് ആ സപ്പോർട്ട് പോലും ഇല്ലാതിരിക്കുന്ന സോണിയ മൽഹാറിനെ പോലെയുള്ള കുറച്ച് ആളുകൾ എല്ലാം കൽപ്പിച്ച് പുറത്ത് ഇറങ്ങി വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചർച്ചയ്ക്കെങ്കിലും വേദി ഒരുങ്ങുന്നത്. ഇങ്ങനെ സർക്കാരിനെ പോലും ഇത് പിടിച്ചുലയ്ക്കുന്നത്.